എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. നമുക്ക് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 25-26 വാക്യം, അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ ചിന്തിക്കാം. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകും. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയുടെ ഉദ്ദേശം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. സകല ശത്രുക്കളും ഒടുക്കത്തെ ശത്രുവായ മരണവും നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കർത്താവിൻ്റെ ഭരണം ആരംഭിക്കുമെന്ന്. ഇവിടെ മരണത്തെ ഒരു ശത്രുവായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. മരണം എവിടെ ആരംഭിച്ചു, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന റോമാലേഖനം 6-23 വാക്യം വായിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മുടെ പൂർവ പിതാക്കന്മാർ പാപം ചെയ്തതിൻ്റെ കൂലി മരണമാണെന്ന ഈ മരണം ആദാമിന്റെ ശത്രുവായി തീർന്നെന്ന്. മരണത്തെക്കുറിച്ച് ഇന്ന് ക്രൈസ്തവ ഇതര വിഭാഗങ്ങളുടെ പഠിപ്പിക്കലുകൾ, അതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ വളരെ അബദ്ധജടിലമായിട്ടാണ് നമുക്ക് കേൾക്കുവാൻ കഴിയും. മരണം മനുഷ്യന്റെ അവസാനമല്ല, മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാതിലാകുന്നു മരണം. മരണത്തോടുകൂടി ശരീരം നശിക്കുന്നു, അതിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു. അത് നീതിമാന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്കും ദുഷ്ടന്മാരുടെ ആത്മാക്കൾ നരകത്തിലേക്കും പതിക്കുന്നെന്നാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ക്രൈസ്തവർ തന്നെയാണ്. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷ, കൂലി നരകമാണോ മരണമാണോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തമായ ഉറപ്പില്ലെന്നുള്ളതാണ്. ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് ആക്കിയപ്പോൾ അവർക്ക് കൊടുത്ത കൽപ്പന, അത് അനുസരിക്കുന്ന പക്ഷം അവർക്ക് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് മരണം അവർക്ക് നേരിട്ടത്. ഇവിടെ ക്രൈസ്തവർ പറയുന്നു മരണം മറ്റൊരു ജീവിതത്തിലേക്കുള്ള വാതിലാണ്. അപ്പോൾ ദൈവം ആദാമിന് കൽപ്പന കൊടുത്തതും ആദാം കൽപ്പന ലംഘിച്ചതും ഒക്കെ നല്ല കാര്യത്തിലാണെന്ന് അവർ പറയേണ്ടി വരും. കാരണം മരിക്കാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. മരിക്കാനുള്ള കാരണം അനുസരണക്കേടാണ്. അപ്പം അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായി മരിക്കുകയും മരണത്തിൻ്റെ ഫലമായി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഈ കൽപ്പനയും ഈ ചെയ്ത പാപവും ഈ മരണശിക്ഷയുമൊക്കെ ഒരു അനുഗ്രഹമായ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വേദപുസ്തകം പറയുന്നത് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങും. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മരണം. മറ്റ് ജീവിതത്തിലുള്ള എല്ലാ ദുരന്തങ്ങളും
രോഗങ്ങളും ദുഃഖങ്ങളും മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുകയും അവസാനമായി മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മതങ്ങൾ പഠിപ്പിക്കുന്നു, മരണത്തോടുകൂടി മറ്റൊരു ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു. അപ്പോൾ എത്രയോ ബാലിശമായ ഉപദേശങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ മത പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയോടുകൂടിയാണ്. പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച അനേകം വിശുദ്ധന്മാരുണ്ടായിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. യോഹന്നാന്റെ കാലം മുതൽ യോഹന്നാന്റെ കാലത്തിൻ്റെ അവസാനം മുതൽ ക്രിസ്തുവിൻ്റെ കാലം ആരംഭിക്കുന്നു. അന്നു മുതൽ സ്വർഗരാജ്യം പ്രസംഗിക്കുവാൻ ആ ക്രിസ്തു തന്നെ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല. പഴയ നിയമ വിശുദ്ധന്മാരും നോഹ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം വിശുദ്ധന്മാരായിരുന്നു. അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് കർത്താവ് പറയുന്നില്ല. ദൈവപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല എന്നാണ്. ഇപ്പൊ പുതിയ നിയമത്തിന്റെ കാലത്തും മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോസ്തലന്മാർ വഴി പല കാര്യങ്ങളും പറയുന്നു. അത് ആത്മശരീരം പ്രാപിക്കുക വഴി മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ജഡശരീരത്തിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ആത്മശരീരം ഉണ്ടാകണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജഡശരീരത്തിൽ ക്രൂശിക്കപ്പെട്ടു. ആത്മശരീരത്തിലാണ് യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും എന്നതാണ്. അപ്പോൾ മനുഷ്യപ്രകൃതി ആത്മപ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മനുഷ്യനിൽ ഒരു ആത്മാവുണ്ടെന്ന് വാദിക്കുവാനെടുക്കുന്ന ചില വേദഭാഗങ്ങൾ, അങ്ങനെ തോന്നിക്കുന്ന ചില വേദഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ സ്വർഗീയമായൊരു ഭവനം ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഭൗമ ശരീരമാകുന്ന ഈ ശരീരം ഇത് നശിച്ചു പോകും. ഇതൊരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് മാത്രമുള്ള പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗമാണ്. ക്രിസ്തുയേശുവിൻ്റെ സഭയായി തീരുവാനുള്ളവരെ സംബന്ധിച്ചാണ്. അപ്പോൾ ആത്മാവ് വേർപെടുന്നു എന്ന് പറഞ്ഞാൽ ഒരാത്മാവ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ദേഹവും ജീവനും ചേർന്നതാണ് ഒരാത്മാവ്. ദേഹം ദേഹി സമം ആത്മാവ് എന്ന ആദാമിൻ്റെ സൃഷ്ടിയിലും അതുതന്നെയാണ് സംഭവിച്ചത്. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നെന്നാണ്. അപ്പൊ ഈ സൃഷ്ടി വിവരണത്തിൽ ദേഹവും ദേഹിയും കൂടാതെ മൂന്നാമതൊരു ആത്മാവുണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ പുതിയ സൃഷ്ടിയെ സംബന്ധിച്ച്
പുതിയ മനസ്സിനെ സംബന്ധിച്ച് ആത്മാവെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേഹവും ദേഹിയും കൂടിച്ചേർന്ന ഒരാത്മാവായി തീരുന്ന ഒരു വ്യക്തിയിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഉരുവായി വരുന്ന ഒരു പുതിയ മനസ്സ്, ആ പുതിയ മനസ്സിനെ കുറിക്കുവാനും ആത്മാവെന്ന പദമാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. 12 വാക്കുകളിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നു. വായു, ശ്വാസം, പ്രാണൻ, കാറ്റ്, മനസ്സ്, ഇങ്ങനെയെല്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ആത്മാവ് സകല ദേഹികളും എനിക്കുള്ളവർ ഉണ്ടോ? സകല ദേഹികളും എനിക്കുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ? സകല മനുഷ്യരും എനിക്കുള്ളവർ എന്ന് അതിൻ്റെ അർത്ഥം. ആ മനുഷ്യർക്ക് ഉള്ളിൽ മൂന്നാമതൊരു ആത്മാവുള്ളതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ ആദിമ നിയമത്തെ വ്യക്തമായി പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പാപത്തിന്റെ ശിക്ഷയാണ് മരണമെന്നും ആ മരണത്തിന്റെ ഫലമായി മനുഷ്യൻ ഇല്ലാതെയാകുന്നുവെന്നും പിന്നീട് പുനർജന്മം എന്ന ഒരു വാഗ്ദത്ത വിഷയം യേശുക്രിസ്തു വഴി നമുക്ക് നൽകിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നതാണ് വേദാനുസൃതമായ കൃത്യമായ പ്രത്യാശ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചും മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങളെ സംബന്ധിച്ചുമൊക്കെ അനേകം വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, മനുഷ്യൻ പാപം ചെയ്ത് മരണത്തിന് അടിമയായി തീർന്ന് അതിൻ്റെ അനന്തരഫലമായി സ്വർഗത്തിൽ പോയി ജീവിക്കട്ടെ എന്നുള്ള ആശയം ദൈവത്തിന് ഇല്ലായിരുന്നു എന്നാണ്. കാരണം ഭൂമി മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ്. സ്വർഗം, യഹോവയുടെ സ്വർഗം, ഭൂമി അവൻ മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ എക്കാലവും അനുസരണമുള്ളവനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്ക വിധത്തിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതല്ലാതെ പാപത്തിൻ്റെ പരിണിതഫലമായി ഇവിടെ നിങ്ങൾ ജീവിക്കേണ്ട, മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോരെ എന്നുള്ള ആശയത്തിലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വിധം തെളിവായുള്ള ആശയങ്ങളിൽ കൂടി വേദപുസ്തകം പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമായി. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു എന്നാണ്. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല. അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവർ അറിയുന്നില്ല. ആത്മാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലിരുന്ന് ഈ വിവരങ്ങളൊക്കെ അറിയാൻ പാടില്ലേ? അമാനുഷമായ ശക്തി ആത്മാക്കൾക്ക് ലഭിക്കുകയല്ലേ? ഒരു സ്വർഗത്തിലല്ലേ താമസിക്കുന്നത്? പിന്നെ അവർക്ക് അറിവില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? ഈ വിധത്തിൽ നമ്മൾ കാര്യങ്ങളെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും വിചിന്തനം ചെയ്ത് വേദപുസ്തകം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.